നിതിൻ നബീൻ ബി.ജെ.പിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 46 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. 46-കാരനായ നിതിൻ നബീൻ ബീഹാറിൽ നിന്നുള്ള യുവ നേതാവാണ്, ബീഹാറിൽ നിന്നുള്ള മന്ത്രിയാണ്, ബീഹാറിൽ 5 തവണ MLA ആയ നേതാവാണ്. അങ്ങനെ ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനായി അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അങ്ങനെ ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഒപ്പിട്ട നാമനിർദ്ദേശ പത്രികയാണ് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ ഏകപക്ഷീയമായി എതിരില്ലാതെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് ഏറെക്കുറെ ഇന്നലെ ഉറപ്പിച്ചിരുന്നു. കാരണം ഇത്രയും വലിയ പിന്തുണ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടിയുള്ള നാമനിർദ്ദേശ പത്രിക നിതിൻ നബീന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം എതിരില്ലാതെ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വൈകിട്ട് 6 മണിക്ക് അറിയിപ്പുണ്ടാകുന്നു. അതിനുശേഷം ഇന്ന് ഔദ്യോഗികമായി ചുമതലയേൽക്കുകയാണ്. യുവമോർച്ചയിലൂടെ ബി.ജെ.പിയിലേക്ക് എത്തിയ യുവ നേതാവാണ് അദ്ദേഹം. പാട്നയിൽ, വെസ്റ്റ് പാട്നയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. 5 തവണ MLA, തുടർച്ചയായി 5 തവണ MLA ആയി. അതിനുശേഷം ബീഹാറിൽ നിന്നുള്ള മന്ത്രിയായി. പല സംസ്ഥാനങ്ങളിൽ, ബീഹാർ, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയുടെ സംഘടനാ രംഗത്തും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രാവീണ്യം തെളിയിച്ചു. കാരണം പല മേഖലകളിൽ അദ്ദേഹം ഇടപെട്ടു. ആ ഇടപെട്ട മേഖലകളൊക്കെ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം ജഗത് പ്രകാശ് നബ്ദയ്ക്ക് പകരക്കാരനായി, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പ്രസിഡന്റ് ആകാൻ നിയോഗിക്കപ്പെടുന്നത്. അങ്ങനെ വർക്കിംഗ് പ്രസിഡന്റായി ജോലിയിൽ തുടരവെയാണ് അദ്ദേഹം ഇന്നലെ വീണ്ടും ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് ആകാൻ നാമനിർദ്ദേശം കൊടുക്കുന്നത്. ആ പ്രക്രിയ ഇന്നലെ പൂർത്തിയായി. ഇന്ന് അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തലമുറ മാറ്റം കൂടി സംഭവിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്തുണ്ട്. നമ്മളും ഇന്നലെ ദേശീയ ആസ്ഥാനത്ത് ബി.ജെ.പിയുടെ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിച്ച് പറയുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അതായത് കേരളം, ബംഗാൾ, അസം അടക്കമുള്ള, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയവുമാകും നിതിൻ നബീന്റെ ആദ്യത്തെ നിയോഗം. അതിൽ ബംഗാളിൽ അധികാരം പിടിക്കുക, തമിഴ്നാട്ടിൽ അധികാരം പിടിക്കുക, കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി, മുഖ്യ പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പിയുടെ എല്ലാ നേതാക്കളും ഇന്നലെ നമ്മളോട് പങ്കുവച്ചിരുന്നത്. ഇന്നും സമാനമായ അവസ്ഥയാണ്. 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ആസ്ഥാനത്ത് എത്തുന്നുണ്ട്, നമ്മളും എത്തുന്നുണ്ട് അവിടെ. ആ ചടങ്ങിൽ വെച്ചാകും അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കുക. കനത്ത സുരക്ഷാ സംവിധാനം ഇന്നലെ തന്നെ അദ്ദേഹത്തിന് രാജ്യത്തെ Z കാറ്റഗറി സുരക്ഷയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നു മുതൽ അദ്ദേഹത്തിന് CRPFന്റെ പ്രത്യേക സുരക്ഷാ ചുമതലയാണുള്ളത് അദ്ദേഹത്തിന് ഒപ്പമുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും, ഹനുമാൻ, വാൽമീകി ക്ഷേത്രങ്ങൾ, ബംഗ്ലാ സാഹിബ് ഗുരുദ്വാര, അവിടെയെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി. അതിനുശേഷമാകും 11 മണിയോടുകൂടി അദ്ദേഹം ഡൽഹി ബി.ജെ.പി ആസ്ഥാനത്തെത്തി ചുമതലയേൽക്കുക.